ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേക്കറികളിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോളിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ മാവൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മാവിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്കൊരു 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇനി ഒരു 2 പച്ചമുളകും 1 തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ആ മസാലയെല്ലാം ഒരേപോലെ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയാണ്. നമ്മുടെ മാവ് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മാവ് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കാം. ഇതിൽ നിന്നും എനിക്കൊരു 10 ചിക്കൻ റോളാണ് കിട്ടിയിട്ടുള്ളത്. 2.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 10 റോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ മസാല ഫില്ലിങ്ങും ഒരു 10 ഭാഗമായിട്ട് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ഒരു കത്തി വെച്ച് ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി മറ്റേ സൈഡിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഞാൻ 2 രീതിയിലൂടെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ ആദ്യം നമ്മൾ ചെയ്തതുപോലെ ചെയ്യുക, അതല്ലെങ്കിൽ ആദ്യം മസാല വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് മുകളിൽ വരഞ്ഞു കൊടുത്താലും മതി. ഇത് ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ റോളുകളും ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ചിക്കൻ റോളിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും വെക്കണം. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു 25 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ട്രേയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ലാത്തവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്